പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അങ്ങ് വേഗം അയക്കണമേ. ഈ തിരുവചന ശുശ്രൂഷയിലായിരിക്കുന്നവരെയും ഈ തിരുവചനം ശ്രവിക്കുന്ന ഓരോ മകനിലേക്കും മകളിലേക്കും സർവശക്തനായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ശക്തമായി വർഷിക്കപ്പെടുമാറാകട്ടെ. ഈ വചനം കേൾക്കുന്ന നിമിഷം തന്നെ ഹൃദയങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാനും മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുവാനും വേണ്ട കൃപ തരണമേ. അമ്മേ, പരിശുദ്ധ മറിയമേ, അമ്മയുടെ നിർമ്മലമായ സാന്നിധ്യം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അരികിൽ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ അനുഗ്രഹീതരായ സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, സർവശക്തനായ ദൈവം നമുക്ക് നൽകുന്ന തിരുവചനങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധാപൂർവം സ്നേഹപൂർവ്വം കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിലേക്ക് ഈശോ നമ്മെ ഓരോരുത്തരെയും നയിക്കുകയാണ്. യേശുവിൻ്റെ ദൗത്യം തന്നെ മനുഷ്യമക്കളെ മുഴുവനും പിതാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തി സമർപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി അവിടുന്ന് പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. നമ്മുടെ പ്രത്യേക ശ്രദ്ധയ്ക്കും പഠനത്തിനും ധ്യാനത്തിനും വിഷയമാവുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ പറയുന്ന കാര്യമാണ്. ഈശോനാഥൻ സമരിയാക്കാരി സ്ത്രീയുമായുള്ള ആ സംഭാഷണത്തിലാണ്. സമരിയാക്കാരി സ്ത്രീ പാപിനിയായിരുന്ന അവളെ മാനസാന്തരപ്പെടുത്തി അവളുടെ ഹൃദയത്തെ ദൈവാത്മാവിൻ്റെ അധിവാസ സ്ഥലമാക്കി തീർക്കുവാനും പിതാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് അടുപ്പിക്കുവാനുമുള്ള ഈശോയുടെ വലിയൊരു ശ്രമം നാം അവിടെ കാണുകയാണ്. നട്ടുച്ച നേരത്ത് അവളെ പ്രതീക്ഷിച്ചിരിക്കുന്ന രീതിയിൽ കിണറ്റുകരയിൽ കാത്തിരിക്കുന്ന യേശുവിനെയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. വെള്ളം കോരുവാൻ വന്ന ആ സ്ത്രീയോട് യേശു എല്ലാം അറിയാവുന്നവനായ യേശു അവളോട് കുടിക്കുവാൻ ചോദിക്കുന്നു. അവൾ ഉടനെ തന്നെ ഒരു സംഭാഷണം ആരംഭിക്കുന്നു. സംഭാഷണം കടന്നു പോകുന്ന ആ രംഗങ്ങൾ നമ്മൾ പടിപടിയായി കടന്നു പോകുന്നത് നമ്മൾ കാണുകയാണ്. യേശു ഓരോ ഘട്ടത്തിലും ഈ സ്ത്രീയുടെ ആത്മാവിനെയും മനസ്സിനെയും ഹൃദയത്തെയും എല്ലാം സ്പർശിച്ചുകൊണ്ട് ഒരാന്തരിക പരിശോധന എങ്ങനെ നടത്തണമെന്ന് അവളെ പഠിപ്പിച്ചുകൊണ്ടാണ് ഈശോ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പോകവേ ഈശോ അവളുടെ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, ജീവജലം ഞാൻ നിനക്ക് തരുമായിരുന്നു. നിന്നോട് സംസാരിക്കുന്നവൻ ആരാണ് എന്ന് നീ അറിഞ്ഞിരുന്നു എങ്കിൽ നീ അവനോട് ജീവജലം ചോദിക്കുകയും അവൻ നിനക്ക് ജീവന്റെ ജലം നൽകുകയും ചെയ്യുമായിരുന്നു, നിത്യജീവന്റെ ജലം നൽകുമായിരുന്നു എന്ന്. അപ്പോൾ ആ സ്ത്രീ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആ ജലം എനിക്ക് തരിക, എന്നാൽ പിന്നീട് ഞാൻ ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. ഉടനെ തന്നെ ഈശോ പറയുന്നതായ ഒരു കാര്യമുണ്ട്, ജീവന്റെ ജലം നിനക്ക് വേണമെങ്കിൽ നീ പോയി നിന്റെ ഭർത്താവിനെ കൂടെ വിളിച്ചു കൊണ്ടുവരിക എന്നൊരു കാര്യം പറയുന്നുണ്ട്. അവളുടെ ആന്തരിക ജീവിതത്തെ, കഴിഞ്ഞകാല ജീവിതത്തിലെ ചരിത്രത്തെ എല്ലാം തന്നെ സ്പർശിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ്, ജീവന്റെ ജലം നിനക്ക് വേണമെങ്കിൽ നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക. വിവാഹിതനായ ഒരു വ്യക്തി തൻ്റെ ജീവിത പങ്കാളിയെ കൂടാതെ ജീവജലം കുടിക്കുവാൻ സാധ്യമല്ല എന്നുള്ള കാര്യം ഈശോ വ്യക്തമാക്കി തരികയാണ്. വഴിതെറ്റിപ്പോയതായ ഈ സമരിയാക്കാരി സ്ത്രീയോട് യഥാർത്ഥ ഭർത്താവ് ഉണ്ടായിരിക്കെ വഴിതെറ്റിപ്പോയതായ ആ സ്ത്രീയോട് ഈശോ അവളുടെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തിരുത്തിക്കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ വരുന്നതായ അവൾ ഉടനെ തന്നെ ആരാധനയെക്കുറിച്ചും ആരാധിക്കുന്ന സ്ഥലത്തെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. അവിടെയാണ് ഈശോ പറയുന്നുണ്ട്, അരൂപിയിലും സത്യത്തിലും ആരാധിക്കുന്നവരാണ് യഥാർത്ഥ ആരാധകര്, അങ്ങനെയുള്ളവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നതെന്നെല്ലാം പറയുമ്പോഴേ വരാനിരിക്കും പ്രവാചകന്മാര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൾ സൂചിപ്പിച്ചിട്ട് പറയാണ്, മിശിഹ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കും. നോക്കുക, ആ സമരിയാക്കാരി സ്ത്രീയുടെ ഹൃദയത്തിലിരുന്ന ഒരു കാര്യം അവൾ എടുത്തു പറയുകയാണ്, മിശിഹ വരുമ്പോൾ ഞങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുമെന്ന്. ഈശോ ഉടനെ അതിന് ഉത്തരം പറയുന്നുണ്ട്, സ്ത്രീയെ, നിന്നോട് സംസാരിക്കുന്നവനാകുന്നു അവൻ എന്ന് പറയാണ്.
ഒരു വലിയ വെളിപ്പെടുത്തലാണ് ഈശോ അവിടെ കൊടുക്കുക. ഒരു വലിയ വെളിപ്പെടുത്തൽ നിന്നോട് പറയുന്ന അവൻ തന്നെയാണ് ആ മിശിഹ എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് യേശു തൻ്റെ ദൈവീകതയെ അനാവരണം ചെയ്ത് അവളെ നിത്യരക്ഷയിലേക്ക് വീണ്ടും തന്നെ നയിക്കുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവൾക്ക് വലിയൊരു മാറ്റമുണ്ടായിട്ട് അവൾ ഗ്രാമത്തിലേക്ക് ഓടിപ്പോവുകയാണ്. തൻ്റെ ആളുകളെ എല്ലാവരെയും ഈ മിശിഹായുടെ അരികിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. നോക്കിക്കൊള്ളണം, ജീവന്റെ ജലം നിനക്ക് ഞാൻ തരും. ജീവന്റെ ജലം നിനക്ക് തരണമെങ്കിൽ നീ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഇതെല്ലാം അവളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഈശോ എറിഞ്ഞു കൊടുത്ത ചില സന്ദേശങ്ങളായിരുന്നു. എന്നിട്ട് അവസാനം പറയാണ്, മിശിഹ വരുമ്പോൾ അവൻ ഞങ്ങളെ എല്ലാം പഠിപ്പിക്കും. അതേ, മിശിഹ പഠിപ്പിക്കുന്നവനാണ്. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് നമ്മെ പഠിപ്പിക്കുവാൻ, നമ്മെ വിശുദ്ധീകരിക്കുവാൻ, പാപമോചനം നൽകി നമ്മളെ രക്ഷിക്കുവാൻ, വിശുദ്ധിയിലേക്ക് നമ്മളെ നയിക്കുവാൻ, സ്വർഗീയ കൃപയിലേക്ക് നമ്മളെ നയിക്കുവാൻ, സർവോപരി പിതാവായ ദൈവത്തിന്റെ പരിപാവനമായ കരങ്ങളിലേക്ക് നിത്യരക്ഷയിലൂടെ നമ്മളെ സമർപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈശോ വന്നത്. ഇങ്ങനെ ആ സ്ത്രീയോട് സംസാരിച്ചു. അവൾ അവളുടെ ഗ്രാമത്തിലേക്ക് ഓടിപ്പോയി. അപ്പോൾ ശിഷ്യന്മാർ വന്ന് പറയുന്നുണ്ട്, റബ്ബി വന്ന് ഭക്ഷണം കഴിച്ചാലും എന്ന് പറയുകയാണ്. അതെ, റബ്ബി നീ വന്ന് ഭക്ഷണം കഴിച്ചാലുമെന്ന്. ഈശോ അവിടെ ഒരു കാര്യം പറയുന്നത് അറിയാമോ? നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട്. ഈശോ വ്യക്തമാക്കി കൊടുക്കുകയാണ്. നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണമാണത്. ആ അറിയാത്ത ഭക്ഷണം എന്താണ്? പൊന്നുമക്കളെ, ഇന്നത്തെ ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഞാൻ വച്ചു തരുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ്. നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട്. ആ ഭക്ഷണമാണ് ഈശോ കഴിച്ചുകൊണ്ടിരുന്നത്. നമുക്കും ഇതുപോലെ തന്നെ മറ്റാരും അറിയാത്ത ഒരു ഭക്ഷണം നമുക്കുണ്ടായിരിക്കണം. ആ ഭക്ഷണമാണ് നമുക്ക് ജീവനും നിത്യജീവനും ഉയർപ്പും പുനരുത്ഥാനവും എല്ലാം നൽകുന്നത്. ആ ഭക്ഷണമാണ്. യേശു എന്താ പറയുന്നത് നോക്കിക്കേ, നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട് എന്ന് ഈശോ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ തിരുവചനത്തിലാണ്. അവിടെ അങ്ങനെ ശിഷ്യന്മാരോട് ഈശോ പറയുമ്പോഴേ ശിഷ്യന്മാർ പരസ്പരം തന്നെ ചോദിക്കുന്നുണ്ട്, ഇവന് ആരെങ്കിലും വന്ന് ഭക്ഷണം കൊടുത്തിരിക്കുമോ? സംശയമാണ്. ഈശോയിൽ സംശയിക്കുന്നവരെ ഇവൻ ആരെങ്കിലും വന്ന് ഭക്ഷണം കൊടുത്തിരിക്കുമോ എന്ന് ചോദിക്കുമ്പോഴേ യേശു പറയാണ്, 2 കാര്യങ്ങളാണ് യേശുവിൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നത്. ആ ഭക്ഷണം എന്ന് പറയുന്നത് എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു ഭക്ഷണം. എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുക എന്നുള്ളത്. രണ്ടാമത് ഈശോ പറയുന്നതെന്നറിയാമോ? അവന്റെ ജോലി പൂർത്തിയാക്കുക എന്നുള്ളതാണ് എൻ്റെ ഭക്ഷണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ തിരുവചനത്തിലാണ് ഈശോ ഈ തിരുവചനം പറഞ്ഞ് അവസാനിപ്പിക്കുക. അവന്റെ ഭക്ഷണത്തെക്കുറിച്ചാണ്. ഒരു നിഗൂഢമായ ഒരു ഭക്ഷണമാണത്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്, ഇതുപോലുള്ളതായ ഒരു നിഗൂഢമായ മന്ന ഒരു ഭക്ഷണം നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ആ ഭക്ഷണം ആയിരിക്കും നമ്മുടെ ജീവന്റെ ആധാരമായി വരാൻ പോകുന്നത്. ഒരിക്കല് ഒരു യുവതി തൻ്റെ ജീവിതത്തിലെ പല തകർച്ചകളും പല വിഷമങ്ങളും വേദനകളും സങ്കടങ്ങളും എല്ലാം വന്നിട്ട് ആരംഭത്തിൽ അവൾക്ക് നിരാശയായി. മദ്യപാനിയായ ആ കുടുംബനായകൻ, ഭർത്താവ്, താന്തോന്നികളായ മക്കള്, സാമ്പത്തികമായ ഭദ്രതയില്ലാത്തതായ ആ സാഹചര്യങ്ങള്, പട്ടിണിയും ദാരിദ്ര്യവും രോഗവും പീഡനങ്ങളും എല്ലാം കൊണ്ട് തകർന്നവള് ഒരു ഘട്ടത്തിൽ വന്നു ആത്മഹത്യയിലേക്ക് നോക്കുകയാണ്. ആത്മഹത്യ ചെയ്തേക്കാം, അതാണ് പരിഹാരമാർഗം എന്ന രീതിയിൽ അവൾ ചിന്തിച്ചു തുടങ്ങി. യാദൃച്ഛികമായി ആരുടെയോ ഒരു വചനം കേൾക്കുവാൻ, കർത്താവിൻ്റെ വചനം പ്രസംഗത്തിലൂടെ കേൾക്കുവാൻ അവൾക്കിടയായി. കുമ്പസാരത്തിലേക്ക് ചെന്നപ്പോഴേ കുമ്പസാരിപ്പിക്കുന്ന അച്ഛൻ അവളോടൊരു കാര്യം പറയുകയുണ്ടായി. മകളെ, നിന്റെ ജീവിതത്തിൽ ഒത്തിരിയും തകർച്ചകളും പീഡകളും ഞെരുക്കങ്ങളുമാണ്, കഷ്ടപ്പാടുകളാണ്, വേദനകളാണ്. ആശാവഹമായി യാതൊന്നും തന്നെ നിന്റെ കുടുംബത്തിലില്ല. സ്നേഹിക്കുവാൻ ആരുമില്ല. വേദനിപ്പിക്കുക, പീഡിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. മക്കൾ പോലും വഴിതെറ്റിപ്പോകുന്നു. എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെയല്ലേ നീ ആയിരിക്കുന്നത്? ഈശോ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കുമ്പസാരക്കാരൻ അവളോട് പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയാമോ? നീ ഒരു കാര്യം ചെയ്യേ, നിന്നെ വിവാഹം കഴിച്ച നിന്റെ ഭർത്താവ് അവന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല. പാപവഴിയിലേക്ക് പോകുന്നു. മക്കൾ പാപവഴിയിലേക്ക് പോകുന്നു. എല്ലാം നഷ്ടപ്പെട്ട് നശിച്ചവളായി തീർന്നിരിക്കുകയാണ് നീ ഒരു കാര്യം ചെയ്യാം.
നീ കർത്താവിൻ്റെ കാൽക്കൽ ചെന്ന് ആ കർത്താവിനോട് ഇവർക്ക് വേണ്ടി മാപ്പപേക്ഷിക്കുക. 2, യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ പാപങ്ങൾക്ക് നീ പരിഹാരം ചെയ്യുക എന്ന് പറയുകയാണ്. അങ്ങനെ ഏതാനും കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനിടയ്ക്ക് ഒരു കാര്യം അച്ഛൻ പറഞ്ഞു കൊടുത്തു. അവരുടെ പാപങ്ങൾക്ക് നീ എങ്ങനെയാണ് പരിഹാരം ചെയ്യേണ്ടത് എന്ന് അച്ഛൻ പറഞ്ഞു കൊടുത്തതാണ്. നീ ഒരു കാര്യം ചെയ്യുക, എല്ലാ ദിവസവും നീ നിന്റെ കുളിമുറിയിലേക്ക് ചെന്നിട്ട് ഒരു ചമ്മട്ടി എടുത്ത് നീ നിന്റെ പുറത്ത് പ്രഹരിക്കാൻ പറഞ്ഞു. നിന്റെ മദ്യപാനിയായ ഭർത്താവിൻ്റെ മദ്യപാനം മാറിക്കിട്ടാൻ, നിന്റെ മക്കൾ നേരെയാകാൻ ഓരോ പ്രഹരവും നീ ഏൽക്കുമ്പോഴേ കൈത്തൂണി കെട്ടി അഴിക്കപ്പെട്ട മിശിഹായുടെ ആ പ്രഹരത്തോട് നീ ഏൽക്കുന്ന പ്രഹരവും സമർപ്പിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കുക, എന്നോട് കരുണയായിരിക്കണമേ, ഇവരോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. കുഞ്ഞുമക്കളെ ശ്രദ്ധിച്ചു കൊള്ളുക, ഈ സ്ത്രീയുടെ ഒരു രഹസ്യ ഭക്ഷണമായിരുന്നു അത്. നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട്. ഈ മാർഗം കുംഭസാരത്തിലൂടെ വൈദികൻ വെളിപ്പെടുത്തി കൊടുത്തപ്പോഴേ അവൾ അത് ചെയ്യാൻ തുടങ്ങി. ഏതാനും ദിവസങ്ങൾ, ആഴ്ചകൾ കഴിഞ്ഞു. അവളുടെ കുടുംബത്തിൽ ഒരു മാറ്റം വരികയാണ്. പ്രത്യേകം നല്ലൊരു മാറ്റം, നല്ല സമഗ്രമായ ഒരു മാറ്റം വന്നു കഴിഞ്ഞപ്പോഴേ അവൾ വീണ്ടും ആ അച്ഛൻ്റെ അടുക്കിലേക്ക് ചെന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ അവളെ ആശീർവദിച്ചു, അനുഗ്രഹിച്ചു, ശക്തിപ്പെടുത്തി അവളെ വിടുകയാണ്. പിന്നീട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴേ മദ്യപാനിയായിരുന്നതായ ഭർത്താവിനെയും മക്കളെയും കൊണ്ട് അവൾ ധ്യാനിക്കാൻ തന്നെ പോവുകയാണ്. ജീവിതത്തിൻ്റെ നവീകരണമാണ്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ആളുകൾ അവളോട് ചോദിക്കാൻ തുടങ്ങി, എന്താണ് ഇതിൻ്റെ രഹസ്യമെന്ന് ചോദിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ രഹസ്യം? അവിടെയാണ് അവൾ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട്. ആ ഭക്ഷണമാണ് എൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തിയത്. അതൊരു നിഗൂഢമായ മന്നയാണ്. ആ ഭക്ഷണം എൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തി, എൻ്റെ കുടുംബത്തിന് സമാധാനമായി, എൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും പാപങ്ങൾക്ക് പരിഹാരമായി തീർന്ന ഭക്ഷണം അതായിരുന്നു എൻ്റെ ഭക്ഷണം എന്ന് അവൾ പറയുകയാണ്. എന്നിട്ട് അവളൊരു കാര്യം പറയുണ്ടായി, എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും ദൈവത്തെ വ്യക്തമായി തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ മക്കളായി തീർന്ന്, ദൈവത്തിൻ്റെ പൊന്നോമനകളായി തീർന്ന്, ദൈവത്തെ മഹത്വപ്പെടുത്തി അവൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കുന്നത് വരെ ഞാൻ ആ ഭക്ഷണം അവസാനിപ്പിക്കില്ല എന്ന് അവൾ പറയുകയാണ്. എന്താ ചെയ്തെന്നൊന്നും അവൾ പറഞ്ഞില്ല. ഇത് മാത്രമാണ് പറഞ്ഞത്, നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട് എന്ന്. പൊന്നുമക്കളെ, ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നതായ ഒരു കാര്യം ഇതാണ്, മറ്റാരും അറിയാത്ത ഒരു ഭക്ഷണം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടി, കുടുംബ നവീകരണത്തിന് വേണ്ടി, ജീവിത ചൈതന്യത്തിന് വേണ്ടി, നല്ല മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ആരും അറിയാത്ത ഒരു ഭക്ഷണം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുക. അതാണ്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റണം. പൊന്നുമക്കളെ, ഇതാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. അയച്ചവൻ ഒരു ഇഷ്ടമുണ്ട്, എന്നെ അയച്ചവൻ ഒരു ലക്ഷ്യമുണ്ട്. ഞാൻ വിവാഹിതനാണ് എങ്കിൽ, ഞാൻ വിവാഹിതയാണ് എങ്കിൽ, മഹത്തായ ഈ സ്ഥാനത്തേക്ക്, ഈ അന്തസ്സിലേക്ക് എന്നെ ഈശോ ദൈവം കയറ്റി നിർത്തുമ്പോൾ എന്നെ അയച്ച അവിടത്തേക്ക് ഒരു ഹിതമുണ്ട് എന്നെ സംബന്ധിച്ച്, അവിടത്തേക്ക് ഒരു പദ്ധതിയുണ്ട് എന്നെ സംബന്ധിച്ച്. ആ പദ്ധതിയെ ഞാൻ സ്വീകരിച്ചേ മതിയാവൂ. ഇതാണ് ഈശോ പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുക. വിവാഹിതനായ ഒരു വ്യക്തി, കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തി, അവൻ്റെ ഭക്ഷണം കണ്ടുപിടിക്കേണ്ടതെന്നറിയാമോ? ദൈവത്തിൻ്റെ ഹിതമാണ്. അവൻ്റെ ഭാര്യ, അവൻ്റെ മക്കളെ, ഇവരെ എല്ലാവരെയും പരിപാലിക്കുക, സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ദൈവത്തിലേക്ക് ഉയർത്തുക. ഇതാണ് ദൈവം അവനെ സംബന്ധിച്ച് ഒരു ഇഷ്ടമായിട്ട് കാണുന്നത്. ഒരു പുരോഹിതനായി എന്നെ സംബന്ധിച്ച് ദൈവത്തിന് വലിയൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നറിയാമോ? ഞാൻ ദൈവസന്നിധിയിൽ അവിടുത്തെ പ്രിയപുത്രനായും ആയിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഈശോ മാമോദിസ മുങ്ങുന്നുണ്ട്. മാമോദിസ മുങ്ങി സ്നാപക യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ച് ആ ജലത്തിൽ നിന്ന് കയറി വന്ന് ഈശോ ശിരസ് ഉയർത്തി നോക്കിയപ്പോഴേ പിതാവായ ദൈവം ഒരു പരിശുദ്ധാത്മാവിനെ പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിലേക്ക് അയക്കുകയാണ്. ആ പരിശുദ്ധാത്മാവ് യേശുവിൽ വന്ന് നിറഞ്ഞു മറഞ്ഞു. ആത്മാവ് ആ യേശുവിൻ്റെ ജീവനായി മാറി, ശക്തിയായി മാറി, ചൈതന്യമായി മാറി. അപ്പോഴാണ് സ്വർഗത്തിൽ നിന്നൊരു വാക്ക് കേൾക്കുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന്. ഒരു പുരോഹിതനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് ആത്മാവിൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്, കർത്താവിൻ്റെ കൃപയിൽ നിറഞ്ഞ്,
ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനായി തീരുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഒരു ഭാര്യയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് അനുദിന ജീവിതത്തിലെ കഷ്ടപ്പാടുകളാകട്ടെ, സന്തോഷമാകട്ടെ, സങ്കടമാകട്ടെ, അവിടെയെല്ലാം ദൈവഹിതം നിറവേറ്റി അവിടുന്ന് ആവശ്യപ്പെട്ട കാര്യം നിറവേറ്റി മുന്നോട്ട് വരുമ്പോഴേ ഓരോ പ്രാവശ്യവും ദൈവം പറയും, ഇവളെനിക്ക് പ്രിയപ്പെട്ടവളാണ്, ഇവളെൻ്റെ പ്രിയ പുത്രിയാണ് എന്ന് പറയാണ്. ഭർത്താവിനെ ശുശ്രൂഷിക്കുമ്പോൾ, മക്കളെ പരിപാലിക്കുമ്പോൾ, കഠിനമായി അധ്വാനിക്കുമ്പോൾ ഇവിടെയെല്ലാം കേൾക്കുന്നത് ഈ ഒരു വചനമാണ്, ഇവൾ എനിക്ക് പ്രിയങ്കരിയാണ് എന്ന്, ഇവൻ എനിക്ക് പ്രിയങ്കരനാണ് എന്ന്. ഈ ഒരു വചനം നമ്മൾ തിരിച്ചറിയണം. ഇതാണ് നമ്മുടെ ആധ്യാത്മികത എന്ന് പറയുന്നത്. ഒരിക്കൽ ഒരു യുവാവ് പറയായിരുന്നു, അവൻ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ, വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴേ, ദൈവമേ, ഇതാ നിന്റെ ഹിതം നിറവേറ്റാൻ ഞാൻ വരികയാണ്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഇന്ന ജോലിയാണ്, അത് ചെയ്യാൻ ഞാൻ വരികയാണ് എന്നെല്ലാം പറഞ്ഞ് ദൈവവുമായിട്ട് അങ്ങനെ സംഭാഷിച്ചുകൊണ്ട് പോകുമ്പോഴേ പലപ്പോഴും അവൻ കേൾക്കും, അവൻ്റെ ജോലി സ്ഥലത്തും അതുപോലെ തന്നെ കൂട്ടുകാരുടെ മുമ്പിലൊക്കെ പ്രലോഭനങ്ങളെ അതിജീവിക്കുമ്പോൾ, തിന്മകളെ അതിജീവിക്കുമ്പോൾ, നല്ല സാഹചര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അവൻ വാക്ക് കേൾക്കുമായിരുന്നു, നീ എനിക്ക് പ്രിയങ്കരനാണ് എന്ന്. അവൻ ഒരു ഘട്ടത്തിൽ നിന്ന് ചോദിച്ചു, ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ, നീ എന്തുകൊണ്ട് ഇപ്പോൾ സംസാരിക്കുന്നില്ല എന്ന്, നീ എന്തുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കാത്തത്? ഞാൻ തെറ്റിപ്പോയോ? ഞാൻ വഴിതെറ്റിപ്പോയോ? ഞാൻ നിന്റെ പ്രിയപ്പെട്ടവനല്ലേ എന്ന് ചോദിക്കുമ്പോഴേ ദൈവത്തിൻ്റെ ഒരു സ്വരം കേൾക്കുകയാണ്, നീ എൻ്റെ കരങ്ങളിലും നീ എൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുകയാണ്, എൻ്റെ അധരങ്ങൾ നിന്റെ ശിരസിൽ വെച്ച് നിന്നെ ചുംബിച്ചുകൊണ്ട് അനുഗ്രഹിക്കുകയാണ്, നീ എനിക്ക് പ്രിയങ്കരൻ എന്ന് പറയേണ്ട, നീ എനിക്ക് അതൊരു യാഥാർത്ഥ്യമായി തീർന്നിരിക്കുകയാണ് എന്ന്. എൻ്റെ പൊന്നുമക്കളെ, ദൈവത്തിൻ്റെ ശക്തമായ സ്നേഹം, ദൈവത്തിൻ്റെ ശക്തമായ കൃപ ജീവിതത്തിലെ ഓരോ നിമിഷവും നമുക്ക് കിട്ടുമ്പോൾ പറയും, ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന്. അതിന് ചെയ്യേണ്ടതായ കാര്യം ഇതാണ്. ഈശോ പറഞ്ഞ വചനം ഇതാണ്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ഞാൻ പ്രവർത്തിച്ചേ മതിയാവും. രണ്ടാമത്തെ ഒരു കാര്യം കൂടി നമ്മൾ കേൾക്കുക, അതായത് അവൻ്റെ ജോലി ഞാൻ പൂർത്തിയാക്കിയേ മതിയാവും. അപ്പോൾ ഇഷ്ടം നിറവേറ്റുന്നത് പോലെ തന്നെ അവൻ്റെ ജോലി ഞാൻ പൂർത്തിയാക്കിയേ മതിയാവും. ഈശോ നമ്മെ സംബന്ധിച്ച് അവൻ്റെ ജോലി എന്താണ്? അവൻ്റെ ജോലി എന്താണ്? അവൻ്റെ ജോലിയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അവൻ്റെ ജോലിയാണ്. അവൻ്റെ ജോലി നിത്യരക്ഷയുടെ ജോലിയാണ്. അവൻ്റെ ജോലി നിത്യസൗഭാഗ്യത്തിലേക്കുള്ള മാർഗത്തിലേക്ക് ജനങ്ങളെയും കൂട്ടരെയും നയിക്കുക എന്നുള്ളതാണ് അവൻ്റെ ജോലി. അവൻ്റെ ജോലി എന്ന് പറയുന്നത് പിതാവായ അങ്ങയെ പ്രാപിക്കാനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് അവൻ്റെ ജോലി. അപ്പോൾ അവൻ്റെ ജോലി പൂർത്തിയാക്കണം. ദൈവത്തിൻ്റെ ജോലിയാണ്. ആ ജോലി നമ്മൾ പൂർത്തിയാക്കിയേ മതിയാവൂ. ഒന്നുകിൽ നമ്മൾ ദൈവത്തിൻ്റെ ജോലി പൂർത്തിയാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സാത്താൻ്റെ ജോലി പൂർത്തിയാക്കുന്നു. ദൈവത്തിൻ്റെ ജോലി പൂർത്തിയാക്കാതെ നമ്മൾ അലസരായി കഴിയുന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ എടുത്തു വയ്ക്കുന്നത് സാത്താൻ്റെ ജോലിയിലേക്കുള്ളതായ പുറപ്പാടാണത്. ഒന്ന് ചിന്തിച്ചു നോക്കുക മക്കളെ, ഏത് ജോലിക്ക് വേണ്ടി, ആരുടെ ജോലിക്ക് വേണ്ടിയുള്ള പുറപ്പാടാണ് നിങ്ങളുടേതെന്ന് പറയുന്നത്? എന്ത് ജോലി, ആരുടേതെന്ന്? മദ്യപാനത്തിന് വേണ്ടി പോകുന്നവൻ സാത്താൻ്റെ കൂടെ തന്നെ പോവുകയാണ്. അക്രമത്തിനും അരാജകത്വത്തിനും തിന്മയ്ക്കും അധാർമികതയ്ക്കും വേണ്ടി പോകുന്നവൻ സാത്താൻ്റെ ജോലിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. തെറ്റും കുറ്റവും കുറവുമെല്ലാം പറയുകയും മറ്റുള്ളവരെ ആരോപിക്കുകയും ചെയ്യുന്നവര് തെറ്റായ മാർഗത്തിലൂടെ പോവുകയാണ്. അത് സാത്താൻ്റെ ജോലിയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കണം, ഞാൻ ഇന്ന് നിറവേറ്റുന്നത്, ഇപ്പോൾ നിറവേറ്റുന്നത് ഇത് ദൈവത്തിൻ്റെ അവൻ്റെ ജോലിയാണോ അതോ സാത്താൻ്റെ ജോലിയാണോ എന്ന്. ദൈവത്തിൻ്റെ ജോലിയാണ് എന്ന് തിരിച്ചറിയുന്ന എപ്പോഴാണെന്ന് അറിയാമോ? അവിടെ ദൈവഹിതമാണോ ഞാൻ നിറവേറ്റുന്നതെന്ന് നോക്കിയാൽ മതി. ഇത് ദൈവത്തിൻ്റെ ഹിതമാണോ? ഞാനിവിടെ ദൈവത്തെ അനുസരിക്കുന്നവനാണോ? ദൈവവചനം അനുസരിക്കുന്ന വ്യക്തിയാണോ? സഭയെ അനുസരിക്കുന്ന വ്യക്തിയാണോ? സഭയുടെ അധികാരികളെ അനുസരിക്കുന്ന വ്യക്തിയാണോ? ഈ അനുസരണത്തിൽ അവൻ്റെ ജോലി അടങ്ങിയിരിക്കുകയാണ് ചെയ്യുക. കുഞ്ഞുമക്കളെ, ഈ തിരുവചനം അതിൻ്റെ ശക്തമായ രീതിയിൽ നമ്മൾ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിട്ട് ഈ ചോദ്യത്തെ, ഈ രണ്ട് കാര്യങ്ങളെ നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുകയേ മതിയാവൂ. ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുന്ന ചൈതന്യം, അങ്ങനെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ വേണ്ടി പ്രത്യേകം പരിശ്രമിക്കാം. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ആ കാര്യം ഞാൻ സൂചിപ്പിച്ചു, വീണ്ടും പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ തിരുവചനമാണ്. ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് ഈ സ്ത്രീ ഗ്രാമത്തിലേക്ക് ചെന്ന് ആളുകളെ എല്ലാം കൂടെ കൂട്ടിപ്പിടിപ്പിച്ച് പറയുന്നുണ്ട്, ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു.
ഈ വചനം ഞാൻ മുകളിൽ പറഞ്ഞ വചനത്തോടു കൂടി എൻ്റെ പൊന്നുമക്കൾക്ക് ഈ വചനം കൂടി ഞാൻ വെച്ചു തരികയാണ്. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു. എന്താണ് കർത്താവേ നീ എന്നോട് പറയുന്നത്? ഞാൻ ചെയ്തതെല്ലാം എന്ന് പറയുന്നത് എനിക്ക് തന്നെ അജ്ഞാതമായ കാര്യങ്ങളാണ്. ഇപ്പോൾ എന്താണ്, എവിടെയാണ്, എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. നീ എനിക്ക് പറഞ്ഞു തരിക. അങ്ങനെയെങ്കിൽ എനിക്കതിനെ തിരുത്താനായിട്ട് സാധിക്കും. നീ പറഞ്ഞു തരുന്നില്ല എങ്കിൽ ദൈവമേ ഞാൻ എവിടെ പോകുമെന്നുള്ളതായ ഒരു ചോദ്യം കർത്താവിനോട് തന്നെ ചോദിക്കുക. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു. ആ വചനം കേട്ടപ്പോഴാണ്, ആ സ്ത്രീയുടെ സാക്ഷി മൂലമാണ് ആ പട്ടണത്തിലെ ജനങ്ങൾ മുഴുവനും യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് യേശുവിൻ്റെ അധരത്തിൽ നിന്ന് അവർ വാക്കുകൾ കേൾക്കുകയാണ്. എൻ്റെ പൊന്നുമക്കളെ, അവൻ പറഞ്ഞു, അതായത് ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു. ഒരിക്കലും ഒരു ധ്യാനത്തിൻ്റെ അവസരത്തിൽ ധ്യാനം നല്ല ശക്തമായി നടന്നുകൊണ്ടിരിക്കുമ്പോഴേ കുമ്പസാരത്തിന് വേണ്ടി ആളുകളെ ഒരുക്കുകയാണ്. അങ്ങനെ ആളുകൾ ഒരുങ്ങി വരുമ്പോഴേ ക്ലാസ്സൊക്കെ കൊടുത്തു, അതിന് വേണ്ടതായ കൗൺസിലിംഗ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ഒരാൾ വന്ന് പറയുമായിരുന്നു, എന്താ കുമ്പസാരിക്കേണ്ടതെന്ന്, എങ്ങനെയാ കുമ്പസാരിക്കേണ്ടതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാ കുമ്പസാരിച്ചെന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്താ പറയേണ്ടതെന്ന് അവൻ ചോദിക്കുകയാണ്. അവനോട് പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയാമോ? അവനോട് പറഞ്ഞു കൊടുത്തത്, നീ മിണ്ടാതിരിക്കെ, നീ ഒന്ന് മിണ്ടാതിരിക്കെ, നിന്റെ അധരമൊന്ന് മിണ്ടാതിരിക്കട്ടെ, നിന്റെ നാവൊന്ന് നിശ്ചലമാകട്ടെ, നിന്റെ ഹൃദയം ശാന്തമാകട്ടെ, നിന്റെ മനസ്സൊന്ന് ശാന്തമാകട്ടെ, എന്നിട്ട് യേശുവിൻ്റെ ഹൃദയത്തോടൊന്ന് ചേർന്നിരുന്നാൽ മതി. അവൻ എല്ലാ കാര്യങ്ങളും നിനക്ക് വെളിപ്പെടുത്തി തരും. ശമരിയാക്കാരി സ്ത്രീ പറഞ്ഞതാണ്, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞവനാണവൻ. നീ യേശുവിനെ കേട്ടാൽ മതി. ശമരിയാക്കാരി സ്ത്രീയെ യേശു പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അങ്ങോട്ട് കേട്ടു. ഇവനുണ്ടല്ലോ, ഇവന് വചനം എടുത്ത് കൊടുത്തിട്ട് ഇന്ന വചനം, അതായത് ഈ ശമരിയാക്കാരി സ്ത്രീയുടെ ആ ഭാഗം, അതായത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായം ഒന്ന് വായിച്ചേ എന്ന് പറഞ്ഞു വിട്ടിട്ട് ആ വചനം വായിച്ചുകൊണ്ട് കടന്നു വന്ന മകൻ പറയാണ്, അച്ഛാ ഞാൻ ഇതെല്ലാം ഒന്ന് എഴുതിയെടുക്കട്ടെ എന്ന് ചോദിച്ചു. അതെ, നീ എഴുതിയെടുക്കുക, എന്തെല്ലാം എന്ന് നീ ഒന്ന് എഴുതിയെടുക്കാൻ പറഞ്ഞു. അവൻ നീണ്ട ഒരു ലിസ്റ്റുമായി പിന്നീട് വരികയാണ്. നോക്കിക്കേ, യേശു പറഞ്ഞു കൊടുക്കുകയാണ്. കുമ്പസാരത്തിലൂടെ അവൻ കാര്യങ്ങളെല്ലാം പറയുകയാണ്. കുമ്പസാരത്തിലൂടെ പാപങ്ങൾ ഏറ്റുപറയാണ്. നമുക്കറിയാമല്ലോ, സുഭാഷിതങ്ങളിൽ 28:13 പറയുന്നുണ്ട്, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അത് പരിത്യജിക്കുന്നവന് ഐശ്വര്യമുണ്ട്, പാപങ്ങൾ മറച്ചു വയ്ക്കുന്നവന് ദൈവത്തിൻ്റെ കൃപ കിട്ടുകയില്ല എന്ന് സുഭാഷിതങ്ങളിൽ 28:13 പറയുകയാണ്. പാപങ്ങൾ ഏറ്റുപറയണം. ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, പാപങ്ങൾ പരിത്യജിക്കണം എന്നുള്ളതാണ്. ഈ മകൻ ചെയ്തത് തന്നെയായിരുന്നു. അവൻ ഈ നീണ്ട ലിസ്റ്റ് എഴുതിക്കൊണ്ട് വന്നപ്പോൾ ആത്മാർത്ഥമായി, അനുതാപമായി, പശ്ചാത്താപമായി അവൻ്റെ ജീവിതത്തിൽ നല്ല നല്ല തീരുമാനങ്ങളെടുത്തു. ഈ തീരുമാനങ്ങളെടുത്ത് കുമ്പസാരിച്ച് ആ നീണ്ട ലിസ്റ്റ് എല്ലാം വായിച്ചും പറഞ്ഞും എല്ലാം തീർത്തു കഴിഞ്ഞപ്പോഴേ അവനോട് വീണ്ടും ഒരു കാര്യം പറഞ്ഞു. നീ ഇത് വീണ്ടും ഈശോയുടെ അരികിലിരുന്നു കൊണ്ട് ഈ ഓരോ കാര്യവും ഈശോയോട് ഏറ്റു പറഞ്ഞിട്ട് ഒന്ന് ദൃഢമായി അങ്ങോട്ട് പറഞ്ഞേ, മേലിൽ ഞാനിത് ചെയ്യുകയില്ല, മേലിൽ ഞാനിത് ആവർത്തിക്കുകയില്ല എന്നവനോട് പറയുകയാണ്. അന്ന് ഈശോയോട് പറയാൻ പറഞ്ഞു. അവൻ അത് ഈശോയോട് പറഞ്ഞു മാത്രമല്ല, ഈ മാനസാന്തരത്തിനൊരടയാളം വേണം, ഈ മാനസാന്തരത്തിനൊരടയാളം വേണം, ഞാൻ ദൈവത്തിൻ്റെതാണ് എന്നുള്ളതിന് അടയാളം. നമുക്കറിയാമല്ലോ, പരിച്ഛേദന കർമ്മം ഉണ്ടായിരുന്നു യൂതന്മാരുടെ ഇടയിൽ. പരിച്ഛേദനം ചെയ്യാത്തവര് യഥാർത്ഥ ഇസ്രായേലിനല്ല. നമുക്കറിയത്തില്ലേ, പുറപ്പാടിന്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ ദൂതൻ മോശയെ കൊല്ലുവാൻ വരികയാണ്. കാരണം എന്താണെന്നറിയാമോ? മോശയുടെ മകന് സർക്കംസിഷൻ നടത്തിയിരുന്നില്ല. ഇത് അറിഞ്ഞ് മോശയുടെ ഭാര്യ ഉടനെ തന്നെ ഒരു കൽക്കത്തി എടുത്ത് മോശയുടെ മകന് ആ പരിച്ഛേദന കർമ്മം നടത്തി കൊടുക്കുകയാണ്. അതായത് യഥാർത്ഥ ഇസ്രായേലിയൻ പരിച്ഛേദനം ചെയ്തവനാണ്. അടയാളം പരിച്ഛേദനമാണ്. പൊന്നുമക്കളെ, ഞാൻ ഈ മകനോട് പറഞ്ഞിരുന്നറിയാമോ? യഥാർത്ഥ പരിച്ഛേദന ചെയ്തവനായിരിക്കണം നീ. മാനസാന്തരത്തിന്റെ അടയാളം വേണം. അതുകൊണ്ട് നീ തന്നെ കണ്ടുപിടിക്കുക. സ്വമേധയാവുള്ള ഒരു പ്രായശ്ചിത്തമായിട്ട് നീ തന്നെ കണ്ടുപിടിക്കണം ഈ മാനസാന്തരത്തിന്റെ അടയാളമായി എന്ന് പറയുകയായിരുന്നു. അവൻ അതുപോലെ തന്നെ അവൻ പറഞ്ഞെന്താണെന്നറിയാമോ? മേലിൽ ഞാൻ
ഇനി ഒരിക്കലും ഞാൻ മദ്യപിക്കില്ല എന്ന് അവൻ എഴുതിക്കൊണ്ടുവരികയാണ്. ഇനി ഒരിക്കലും ഞാൻ ലൈംഗികമായ അരാജകത്വത്തിലേക്ക്, തിന്മയിലേക്ക്, ആ ആളുകളിലേക്ക് ഞാൻ പോവില്ല എന്ന് എഴുതിക്കൊണ്ടുവരികയാണ്. അങ്ങനെ 1, 2, 3 പോയിന്റുകൾ അതുകൊണ്ടുവരികയാണ്. ഇതാണ് പരിച്ഛേദനത്തിൻ്റെ അടയാളം. ഇതാണ് ഞാൻ യേശുവിൻ്റെതാണെന്നുള്ളതിൻ്റെ അടയാളം. ഇതാണ് പൊന്നുമക്കളെ, ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ ജീവിതത്തിലെ വലിയൊരു അടയാളമായിരുന്നു, ഒരു വലിയ സാക്ഷ്യമായിരുന്നു അവൾ. വാസ്തവം പറഞ്ഞാൽ ചെയ്തത്, കാണിച്ചത് ആളുകളെ കൊണ്ടുവന്നു. ആളുകളെ കൊണ്ടുവന്നപ്പോഴേ ആളുകൾ ഈശോയെ കേട്ടിട്ട് പറഞ്ഞ എന്തറിയാമോ? ഈ സ്ത്രീയോട് പറയാണ്, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കു മൂലമല്ല, നിന്റെ സാക്ഷ്യം മൂലമല്ല. ഇനി ഞാൻ കേൾക്കുന്നത് നിന്റെ ഈ വാക്കുകൾ, ഈ സാക്ഷ്യമല്ല. കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ. പൊന്നുമക്കളെ, ഇതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെയും യഥാർത്ഥമുള്ളതായ മാനസാന്തരം. യേശുവിനെ കണ്ടുമുട്ടുക, യേശുവിനെ കണ്ടുമുട്ടി ആ യേശുവിൻ്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് പിതാവിങ്കിലേക്കുള്ള യാത്ര. ഇതാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതം എന്നുള്ളത്. നമുക്ക് നമ്മുടെ ജീവിത ചൈതന്യത്തെ, പ്രത്യേകിച്ച് ഈ തിരുവചനത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് നവീകരിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രമിച്ചിട്ട് നമുക്കൊരു യഥാർത്ഥമുള്ളതായ തീരുമാനമെടുക്കാം. എനിക്കൊരു ഭക്ഷണമുണ്ട്, നിങ്ങളറിയാത്തൊരു ഭക്ഷണമുണ്ട്. നിങ്ങൾ അറിയാത്തൊരു ഭക്ഷണം, ആരും അറിയാത്ത ഒരു നിഗൂഢ മന്നയുണ്ട്. ആ നിഗൂഢ മന്ന ഏത് എന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. ഞാനൊരു സ്ത്രീയുടെ കഥ പറഞ്ഞില്ലേ, അവൾ സ്വയം പ്രകരിച്ച് ഭർത്താവിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തവള്, മക്കളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തവള്. അതുപോലെ തന്നെ നമുക്കൊന്നെടുക്കാം നമ്മുടെ കുടുംബത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി. ഈശോ പറഞ്ഞ പോയിന്റ്, അതായത് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുക, അവൻ്റെ ജോലി പൂർത്തിയാക്കുക. അവൻ്റെ ജോലി പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ നേടുന്നില്ല. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ തന്നെ ചെയ്തു തീർത്തേ മതിയാവൂ. ഞാനൊരു ഭർത്താവാണ് എങ്കിൽ, ഞാനൊരു അധ്യാപകനാണ് എങ്കിൽ, ഞാനൊരു വൈദികനാണ് എങ്കിൽ, ഞാനൊരു പടയാളിയാണ് എങ്കിൽ, ഞാനൊരു ഓഫീസറാണ് എങ്കിൽ, ഞാനൊരു കൃഷിക്കാരനാണ് എങ്കിൽ, ഇതാ കർത്താവ് എന്നെ ചില ജോലി അവിടെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. ആദ്യമായി ഞാൻ നോക്കേണ്ടത് എൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധീകരണമാകുന്ന ജോലി, ആത്മാവിൻ്റെ രക്ഷ എന്ന ജോലി. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെയും രക്ഷ. ദൈവം എന്നെ ഏൽപ്പിച്ച ജോലിയോടൊപ്പം ഞാൻ ഇതുകൂടെ ചെയ്യുമ്പോഴേ വാസ്തവത്തിൽ എൻ്റെ ജീവിതം ധന്യമായി. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഈ തിരുവചനങ്ങളിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങൾക്കൊരു ചൈതന്യം നൽകുകയും ചെയ്തിരിക്കുന്നു. ഈശോ പറഞ്ഞതുപോലെ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ, അവൻ്റെ ജോലി പൂർത്തിയാക്കുവാൻ വേണ്ട കൃപയും കരുത്തും ഞങ്ങൾക്ക് തരണമേ. ജീവിതകാലം മുഴുവനും യേശുവിൻ്റെ ഈ ചൈതന്യം പുലർത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ തിരുവചനം കേട്ട ഓരോ മകനും ഓരോ മകൾക്കും നിങ്ങൾ ആരും അറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവേ, ഈ മക്കൾക്ക് ഓരോരുത്തർക്കും അങ്ങ് അവർ അർഹിക്കുന്ന ഭക്ഷണം ഒന്ന് കാണിച്ചു കൊടുക്കണമേ, ഒന്ന് വിളമ്പിക്കൊടുക്കണമേ. അമ്മേ, പരിശുദ്ധ മറിയമേ, ഈ തിരുവചനത്തിലൂടെ ഈ മക്കളോട് കരുണ കാണിക്കണമേ. ഈ വചനം ശ്രവിച്ച മക്കളെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടവരാക്കി തീർക്കുകയും പിതാവിൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരും അവൻ്റെ ജോലി പൂർത്തിയാക്കുന്നവരുമാക്കി തീർക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316,
കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091-480-270-8098, 0091-480-270-2613. Fax 0091-480-270-8097. Email mail.divinetv@gmail.com. Website www.drcm.org.